الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله يا أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ വസിയത്തനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും ധാരാളമായി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയും അതേറ്റവും നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യാൻ ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യർ തയ്യാറാവും എന്നതാണ് നല്ല മനുഷ്യരുടെ സ്വഭാവമായി നമുക്ക് കാണാൻ കഴിയുക. അവസരങ്ങൾ എപ്പോഴും ലഭിക്കുകയില്ല. അല്ലാഹു മനുഷ്യന് പ്രത്യേകമായ അവസരങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ കാലങ്ങളിൽ മേഖലകളിലൊക്കെ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയ ആ അവസരങ്ങളൊക്കെ തന്നെയും പാപങ്ങൾ വന്നുപോകുന്ന പാപികളായ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുവാൻ നൽകിയ അവസരങ്ങളാണ്. അങ്ങനെയുള്ള രാപ്പകലുകളാണ് നമ്മിൽ നിന്ന്
നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ നല്ല സമയങ്ങൾ കുറേ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനിയും അതിലേറെ മഹത്വമുള്ള പ്രാധാന്യമുള്ള ദിവസങ്ങൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഭൂമിയിൽ നമ്മളൊക്കെ ഭയപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാരകമായ രോഗം വരിക എന്നത് നമുക്ക് വലിയ പേടിയാണ്. അപകടങ്ങൾ സംഭവിക്കുക എന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നത്, വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ദാരിദ്ര്യം സംഭവിക്കുക എന്നത്, ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ വലിയ പേടിയോടുകൂടിയാണ് നമ്മൾ കാണാറുള്ളത്. കാരണം അത് നമ്മെ വേദനിപ്പിക്കും, അതൊരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കി നൽകും. ഇതൊക്കെ വേദനകളെ ഭയപ്പെടുന്ന പേടികളാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഏറ്റവും കഠിനമായ വേദന നൽകി, ഏറ്റവും പ്രയാസകരമായ വേദനകൾ നൽകി അല്ലാഹു നമ്മെ ശിക്ഷിക്കും നമ്മുടെ പാപങ്ങൾ മൂലം എന്നാണ്. ചെറിയൊരു പാപത്തിനു പോലും വലിയ ശിക്ഷയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് തിന്മകൾ വന്നുപോയാൽ ആ തിന്മകളുടെ പേരിൽ നമ്മൾ വലിയ പ്രയാസങ്ങൾ, ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഭൗതികമായ ഈ ജീവിതത്തിൽ നാം പേടിക്കേണ്ടത് ജീവിതത്തിലെ തെറ്റുകളെയാണ്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളാണ് നമ്മെ ഏറെ പ്രയാസപ്പെടുത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. തെറ്റുകൾ വരാതെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ ഇന്നി അതൂബു ഫീ യൗമി അക്സറു മിഅതി മറ, റസൂലുള്ള ഓരോ ദിവസവും 100 കണക്കിന് പ്രാവശ്യം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയിരുന്നു എന്നാണ്. അള്ളാഹിന്റെ റസൂല് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നാണ്. 300 തവണയെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപമോചനം തേടിയാൽ, അവനെ പിന്നെ അല്ലാഹു നരകത്തിലേക്ക് അടുപ്പിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ ഓരോ വക്ത് നമസ്കാരങ്ങളിലും നാം നിർവഹിക്കുന്ന ദിക്റുകളുടെയും ദുആകളുടെയും എണ്ണം പിടിച്ച എണ്ണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 100 തികച്ച് സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ഓരോ വക്തുകളിലും പറയുന്നവരാ നമ്മൾ. 3 വക്ത് പറഞ്ഞാൽ തന്നെ എമ്പാടും ആ ദിക്റുകളായി. ഇങ്ങനെ നമ്മൾ നമ്മുടെ ദിക്റുകളുമായി നാവിനെ നനച്ചു മുന്നോട്ട് പോയാൽ അല്ലാഹു നമുക്ക് നരകം നിഷിദ്ധമാക്കുമെന്നാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ അറിയാം, തിന്മകൾ ജീവിതത്തിൽ വന്നുപോയാൽ നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് അകന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് ജീവിക്കണം നമുക്കൊക്കെ അറിയാം. പക്ഷേ തൗബ ചെയ്യാൻ പറയുമ്പോൾ, തൗബയുടെ കാര്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ളൊരു ചോദ്യമാണ്, അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന്, അതിന് മാത്രം വലിയൊരു കുറ്റം എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നുപോയി, പാപം എന്ത് വന്നുപോയി എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അല്ലേ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, കുല്ലു ബനീ ആദമ ഖത്താഊൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. അഫ്ളലുഹും അത്തൗവാബീൻ, അതിലേറ്റവും ശ്രേഷ്ഠരെന്ന് പറയുന്നത് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പാപികളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഇന്നെപ്പറ്റി എന്നെക്കാളും നിങ്ങൾക്കൊന്നും അറിയില്ല. എൻ്റെ ഭാര്യക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല, എന്നെപ്പറ്റി എന്നെക്കാളും ഒന്നും അറിയില്ല.
എൻ്റെ മക്കൾക്കറിയില്ല, എൻ്റെ സഹോദരങ്ങൾക്കറിയില്ല, ഈ കൂടിയിരിക്കുന്ന ആർക്കും പരസ്പരം നമ്മളെപ്പറ്റി മറ്റൊരാൾക്കറിയില്ല. നമുക്കാണ് ഏറ്റവും വലിയ അറിവുണ്ടാവുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിങ്ങൾ, നമ്മളതിങ്ങനെ പറഞ്ഞൊപ്പിക്കുക എങ്ങനെയായിരിക്കും? നമ്മളെങ്ങനെ പറഞ്ഞൊപ്പിക്കുക? നമ്മുടെ പുറം കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്. സ്വകാര്യമായി നമ്മൾ നമ്മളോട് ചോദിക്കുക, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ സ്വകാര്യത എന്നെ സന്തോഷിപ്പിക്കുമോ? എൻ്റെ സ്വകാര്യത എന്നെ സന്തോഷിപ്പിക്കുമോ? ആത്മാർത്ഥമായി നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കുക. അപ്പൊ നമുക്കറിയാം ആ റബ്ബിനോട് നമ്മൾ എത്രത്തോളം പശ്ചാത്തപിക്കേണ്ടവരാണ് എന്ന്. എങ്ങനെയാ പശ്ചാത്തപിക്കുക? ആദ്യം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ബോധ്യപ്പെടണം. നമ്മുടെ സങ്കടം നമ്മളെ വല്ലാതെ മൈൻഡ് ചെയ്യുന്ന, നമ്മെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളോടെ നമ്മൾ പറയുള്ളൂ. എല്ലാവരോടും നമ്മൾ പറയൂല. കാരണം എന്താ? നമുക്ക് ആ സങ്കടം കേട്ടിരിക്കുന്ന ഒരാളായിരിക്കണം അത്. മാത്രവുമല്ല, ഏതെങ്കിലും വിധേന ആ സങ്കടത്തിന്, പ്രയാസത്തിന് ഒരാശ്വാസം നൽകുന്ന ഒരാളാകണം അത്. സഹോദരങ്ങളെ, അങ്ങനെ ഉറപ്പുള്ള ആൾക്കാരോടെ നമ്മൾ പറയുള്ളൂ. അങ്ങനെ നല്ല ബോധ്യം നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരേ ഒരാൾ മാത്രമാണ്, പടച്ചോൻ മാത്രമേ അതുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തിരിച്ചറിയുന്ന, നമ്മളെക്കുറിച്ച് ബോധ്യമുള്ള, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അതിൻ്റെതായ ഗൗരവത്തിൽ തിരിച്ചറിയുന്ന ഏകനായ സൃഷ്ടാവായ പടച്ച തമ്പുരാനോടാണ് നമ്മുടെ സർവ്വ കാര്യങ്ങളും നാം ഏറ്റുപറയേണ്ടത്. പടച്ച തമ്പുരാനെ, ആരാരും അറിയാതെ ചെയ്ത ഇന്ന പാപത്തിന് അല്ലാഹുവേ നീ മാത്രമാണത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ പാപത്തിന് പരിഹാരം നൽകാൻ കഴിയുന്നവൻ നീ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ. നമ്മുടെ പാപക്കറകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നാം കഴുകിക്കളയേണ്ടതുണ്ട്. അങ്ങനെ കഴുകിക്കളയുന്നതിനെ പറ്റി അള്ളാഹു വളരെയധികം സംതൃപ്തനാണ്. ഒരടിമ തൻ്റെ പാപം കഴുകിക്കളയുന്നുവെങ്കിൽ അള്ളാഹുവിന് ഇതിലേറെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യമല്ല എന്നാണ്. അങ്ങനെയുള്ള ആ ഒരു നന്മയിലേക്ക് നിങ്ങളിങ്ങനെ ഉഴപ്പി വേണോ വേണ്ടേ, അങ്ങനെയല്ല വരേണ്ടത് എന്നാണ് അള്ളാഹു എന്നോടും നിങ്ങളോടും പറയണത്. പിന്നെ എങ്ങനെയാ നിങ്ങൾ വരേണ്ടത്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വസാരിഊ, നിങ്ങൾ വേഗത്തിൽ ഓടി വരണേ, വേഗത്തിൽ ധൃതിയിൽ നിങ്ങൾ ഓടി വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വരണം. വജന്ന, അവൻ്റെ സ്വർഗത്തിലേക്കും. ആ സ്വർഗം എങ്ങനെയാ? അർളുഹസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ. ഈ ഒരു മന്ദഗതിയിൽ, ഈ ഒരു ആശ്വാസം പോലെയുള്ളതല്ല. അങ്ങേയറ്റം താല്പര്യത്തോടെ, ധൃതിയിൽ, വളരെയധികം താല്പര്യപൂർവം നിങ്ങൾ ഓടി വരണം ഈ നല്ല മാർഗത്തിലേക്ക് എന്നാണ്. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് സൂക്ഷ്മത പാലിച്ച്, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൃത്യമായ വചനമാണ്. എന്നെയും നിങ്ങളെയും റബ്ബിന് അതിന് മാത്രം ഇഷ്ടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ, ഏതെങ്കിലും നിലക്കുള്ള പാപങ്ങൾ വന്നു പോയാൽ, ഔ ളലമൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയാൽ,
അവർ അല്ലാഹുവിനെ അവർ ഓർക്കുകയും ആ റബ്ബിലേക്ക് അവർ മടങ്ങി തിരിച്ചു പോവുകയും ചെയ്യും. വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്യും. അല്ലാഹുവിലേക്ക് പൊറുക്കലിനെ തേടാൻ അവർ സന്നദ്ധമാണ് എന്നാണ്. പാപമാണ്, കുറ്റമാണ്, തെറ്റാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിഞ്ഞിട്ടും ആ പാപത്തിൽ നിന്ന് പിന്മാറി ജീവിക്കാനാ അല്ല നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കഠിനമായ ശിക്ഷ എന്ന് പടച്ചോൻ പറഞ്ഞത്. പക്ഷേ അതല്ല, ഇങ്ങനെ പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബ് ഇവിടെ ഉണ്ടായിട്ട് പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നോക്കാവസ്ഥ എന്നാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. അള്ളാഹു അല്ലാതെ നിങ്ങളുടെ പാപം പൊറുക്കുന്നവൻ വേറെ ആരാണ്? വേറെ നിങ്ങളെ ഈ പാപങ്ങളും പാപഭാരങ്ങളൊക്കെ ഏറ്റെടുക്കാൻ? നാട്ടില് പലരെയും കേൾക്കാം, അല്ലേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന ആളുകളുണ്ട് എന്നൊക്കെ അവരെ പറ്റി പലതും പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എൻ്റെ മുരീദുകളോ എനിക്ക് വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്തിക്കൊള്ളാം എന്ന് പാട്ടുകളിലും മാലകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞതല്ല, സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറഞ്ഞതല്ല. അല്ലാഹുവല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരാണ്? വീണ്ടും അല്ലാഹ് പറയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ആദ്യം പറഞ്ഞത് സാരിഉ എന്നാണ്, നിങ്ങൾ വേഗത്തിൽ വരൂ എന്നാണ്. പിന്നെന്താ പറഞ്ഞത്? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ മത്സരിച്ചുകൊണ്ട് ഓടി വരീൻ. എന്താ മത്സരം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. മത്സരിക്കേണ്ടത് ഏത് മേഖലയിലാണ് എന്ന് സൃഷ്ടിച്ചവനായ റബ്ബ് പഠിപ്പിച്ചു തരിക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ട മേഖലയിൽ നിങ്ങൾ മത്സരിക്കണം. അവിടെ നിങ്ങൾ പിന്നാക്കം നിൽക്കരുത്. അല്ലേ? ഞാനാണ് ആദ്യം കൊടുക്കേണ്ടത്, ഞാനാണ് അധികം നൽകുന്നവൻ, ഞാനാണ് അതിന് ഏറ്റവും അർഹനായിട്ടുള്ളവൻ, എനിക്കാണ് കൂടുതൽ പുണ്യം കിട്ടേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ തിന്മ എൻ്റെ കയ്യിൽ ഇനി വെച്ചുകൂടാ. ഞാനിത് തിരുത്തി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം തേടണം. ഇങ്ങനെ മനസ്സ് വെച്ച് പ്രവർത്തിക്കുന്നവരെയാണ് അള്ളാഹു പറഞ്ഞത്. അല്ലേ? ഫഫിറൂ ഇലല്ലാഹ്, അവർ അള്ളാഹുവിങ്കലേക്ക് ഓടുന്നവരാണ്, ധൃതി കാണിക്കുന്നവരാണെന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ചാണ് പടച്ചവനിലേക്ക് അടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടടുക്കുമെന്നാണ്. അള്ളാഹുവിങ്കിലേക്ക് നടന്നുപോയാൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ്. അതാണ് നമ്മൾ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ ആ പടച്ചവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നല്ലേ. നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ, അവന്റെ കയ്യ് അള്ളാഹുവിങ്കിലേക്ക് അടുത്താൽ അവന്റെ കയ്യ് അള്ളാഹുവിന്റെ കയ്യാകും. അല്ലേ? അവന്റെ കയ്യ്, അവന്റെ കാത്, അവന്റെ കണ്ണ്, എല്ലാം അള്ളാഹുവിന്റെ കൈകാലുകളായി മാറുന്നു. പറഞ്ഞാൽ അത്രയധികം സൂക്ഷ്മതയിൽ ജീവിക്കുവാൻ അവന് സാധിക്കും. അവന്റെ ജീവിതത്തിൽ അങ്ങനെ അടുപ്പം റബ്ബിനോട് ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളെ, ഒരു തെറ്റ് പിന്നെ ജീവിതത്തിൽ വരണമെങ്കിൽ അതിനു മാത്രം അവന്റെ മനസ്സ് വെക്കേണ്ടി വരും. അല്ലാതെ വെറുതെ പോയിട്ടൊരു തെറ്റിലൊന്നും അവൻ ചാടൂല. സഹോദരങ്ങൾ, അങ്ങനെ അള്ളാഹുവിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലതൊക്കെ വേണം, നമ്മുടെ കയ്യിൽ ചിലതൊക്കെ ഉണ്ടാകണം. എന്താണ്? ഒന്ന്, ഞാൻ തെറ്റുകാരനാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അത് ഏറ്റുപറയണം. ഏറ്റവും വലുതാ എൻ്റെ അടുത്ത് പറ്റിയത് തെറ്റാണ് എന്ന് റബ്ബിനോട് പറയാൻ കഴിയണം. പ്രവാചകന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചത് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, നീ പുറത്ത് തന്നിട്ടില്ല എങ്കിൽ, എനിക്ക് പാപമോചനം നൽകിയിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും തമ്പുരാനെ എന്ന് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീ എത്ര പരിശുദ്ധനാണ്, ആരാധനക്കർഹൻ നീ മാത്രമാണ്, അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ് നീ. നാദാ, പാപിയായ ഞാൻ പാപങ്ങളിൽ അക്രമങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്മാർ വരെ വന്നുപോയ പാപങ്ങൾ അത് സമ്മതിക്കുകയും അള്ളാഹുവിനോട് ഏറ്റുപറയുകയും അങ്ങനെ ആ പാപ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കണം. തെറ്റിനെപ്പറ്റി മനസ്സിൽ നല്ല വേദന വേണം, അതിൽ നിന്ന് മാറി നിൽക്കണം. തെറ്റാണെന്ന് ബോധ്യം വേണം, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. മാത്രവുമല്ല, പറ്റിയ തെറ്റിൽ അങ്ങേയറ്റത്തെ വേദന ഉണ്ടാകണം. അങ്ങനെ ഈ മുതല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ആ ഭാഗങ്ങൾ വൃത്തിയാക്കി പാപക്കറകളില്ലാത്ത മനുഷ്യരായി നമ്മെ പരിഗണിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ശരീരത്തിലെ അള്ളാഹു പല സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. നമ്മളിങ്ങനെ തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് നമ്മോട് പറയും, ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ലവ്വാമയെ സത്യം ചെയ്തുകൊണ്ടല്ല പറയാൻ, ഒരാളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിളിയാളുണ്ടാവും, അത് മോശാട്ടോ, അത് തെറ്റാട്ടോ, ആളുകൾ അറിഞ്ഞാൽ പ്രശ്നാട്ടോ, പരലോകത്ത് ചെന്നാൽ അത് ബുദ്ധിമുട്ടാണ് ട്ടോ, അല്ലേ, അത് കൈക്കൂലിയാണ് ട്ടോ, നമ്മോട് ഇങ്ങനെ പറയും. അല്ലേ, നോക്ക്, നിങ്ങളത് തിന്മയാണ്, അത് ഓനെ പറ്റിക്കലാണ്, അത് ചെയ്യാൻ പാടില്ല, നീ 5 നേരം നിസ്കരിക്കുന്നവനല്ലേ. ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു മനസ്സിനെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം, സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, അതിനെ അവഗണിക്കും. വീണ്ടും നമ്മളിങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ആ ലവ്വാമ വീണ്ടും നമുക്ക് വാണിങ് തരും. കുറച്ച് ഒച്ചത്തിലായിരിക്കും ചിലപ്പോൾ പറയുക. അങ്ങനെ ആ ലവ്വാമ നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെട്ടതൊക്കെ നമ്മൾ തിരസ്കരിച്ചാൽ ലവ്വാമ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അതിന് പ്രതികരണശേഷി നഷ്ടപ്പെടും. നഫ്സുൽ ലവ്വാമ എത്ര ഒച്ച വെച്ചിട്ടും പരിഹാരം കാണാത്ത മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ തിന്മയുടെ, തോന്നിവാസത്തിന്റെ, അക്രമത്തിന്റെ, പാപത്തിന്റെ പടുകുഴിയിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ വീണുപോകും. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മെ ഉണർത്തുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അല്ലേ, മദ്യപിക്കുമ്പോൾ, അന്യന്റെ മുതല് കവർന്നെടുക്കുമ്പോ, ചതിക്കുമ്പോ, വഞ്ചനയുടെ മേഖലയിൽ അല്ലേ ഹൃദയത്തിലൊരു വേദന ഉണ്ടാകുമ്പോൾ ആ സമയം നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഫ്സുൽ ലവ്വാമ നശിച്ചു പോകുന്ന മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. അങ്ങനെ നശിച്ചുപോയ മനസ്സുകളെ പറ്റി ഖുർആൻ പറയണ എന്താ അറിയോ, കല്ലുകളെക്കാൾ മരവിച്ച മനുഷ്യരായിരിക്കും അവർ. ഒന്നും യേശുല, എത്ര വലിയ വയത് പറഞ്ഞാലും, എത്ര വലിയ ഉപദേശങ്ങൾ കേട്ടാലും, എത്ര വലിയ നന്മകൾ ബോധ്യപ്പെടുത്തിയാലും, 10,000 തവണ പറഞ്ഞാലും
ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആളുകൾക്ക് കഴിയില്ല. പക്ഷേ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയത്ത് ലക്ഷക്കണക്കിന് തെറ്റുകൾ സംഭവിച്ചു പോയ മനുഷ്യനാണെങ്കിലും മനുഷ്യ ഈ ദുനിയാവിൽ തിന്മകളിൽ നിന്ന് മോചനം നേടി പരലോകത്തെത്തുന്നതിന് മുമ്പ് പാപക്കറകൾ കളയാനുള്ള സംവിധാനം കരുണാവാരിധിയായ നാഥൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ നിബന്ധനയാണ്. തെറ്റ് വേദനയോടുകൂടിയായിരിക്കണം. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം, ആവർത്തിക്കാതിരിക്കാൻ കഴിയണം. എങ്കിൽ അവന് പാപമോചനമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ തുച്ഛമായ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. അതിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞ് 3/4 ഭാഗവും തീർന്നു പോയ ഒരു അവസ്ഥയിലാണ്. നമ്മൾ ആലോചിക്കണം. ശാന്തമായ രാത്രികൾ പരിഗണിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ മെനക്കെടണം. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, ശാന്തമായ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പാപക്കറകളെ ഓർത്ത് സ്വലാത്തു തൗബ 2 റക്അത്ത് നമസ്കരിച്ച് പൂർണ്ണമായും ആ നമസ്കാര ശേഷം ഒന്ന് വിശ്രമിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളെയും നമ്മൾ ഓർത്ത് അല്ലാഹുവിങ്കലേക്ക് കൈ ഉയർത്തി ഓരോരുത്തരും ശാന്തമായി പ്രാർത്ഥിക്കണം. കുട്ടികളുടെ ബഹളമില്ലാത്ത, ഭാര്യയുടെ തടസ്സങ്ങളില്ലാത്ത, മറ്റു പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് റബ്ബിനോട് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഓരോ പാപങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾ നമുക്ക് വൃത്തിയാക്കാൻ കഴിയണം. അങ്ങനെ പരിശുദ്ധരായി ഇനിയുള്ള ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം തിരഞ്ഞെടുക്കുമ്പോഴാണ് പരിശുദ്ധമായ ഈ റമദാൻ നമുക്കനുകൂലമായി വരുന്നത്. കണ്ണീരുതിർത്ത് പ്രാർത്ഥിക്കണം. കണ്ണുനീര് വന്നിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ വേദന അറിയുന്ന റബ്ബ് നമ്മുടെ ഓരോ സെക്കൻഡിലുമുള്ള പാപങ്ങൾ അള്ളാഹു നമുക്ക് കഴുകിക്കളഞ്ഞ് പരമപരിശുദ്ധനായി നമ്മെ അനുഗ്രഹീതനായി മാറ്റുക തന്നെ ചെയ്യും. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അതേ മാർഗമുള്ളൂ. കഠോരമായ ശിക്ഷയിൽ നിന്ന് ജയിക്കാൻ ഏറ്റവും അനുകൂലമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. നിങ്ങളുടെ പാപങ്ങളുടെ അക്കൗണ്ടിൽ അള്ളാഹു ക്ലോസ് ചെയ്തു വെക്കുന്നതാണ്. നമ്മൾ അള്ളാഹുവിനോട് ഈ തരത്തിൽ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏതെല്ലാം തരത്തിലുള്ള തെറ്റുകളാണെങ്കിലും അവൻ നമുക്ക് പുറത്തു തരും. നരകം നമ്മിൽ നിന്ന് അകറ്റപ്പെടും. പരലോകത്ത് ചെല്ലുമ്പോൾ ഇത്തരം ആളുകളുടെ ആ തിന്മകളൊക്കെ അള്ളാഹ് കാണിച്ചു തരുന്നതാണ്. ഈ തിന്മകൾ ഇങ്ങനെ പടച്ചോൻ പറഞ്ഞു തരുമ്പോൾ നമുക്കെന്നെ പേടിയാകും. പടച്ചോനെ, ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടല്ലോ, ഞാൻ നരകാവകാശിയായി പോയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പടച്ചോൻ പറയും, ഇല്ല, ഇത് ഈ നീയും ഞാനും മാത്രമേ അറിയുകയുള്ളൂ. നിന്റെ പശ്ചാത്താപം കൊണ്ട്, നീ പശ്ചാത്തപിച്ചത് കൊണ്ട് ഈ സമയം നിനക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി സ്വർഗപ്രവേശനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തരും ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സാനിയ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ച പോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവസാന 10 ആകുമ്പോഴേക്കും
അള്ളാഹുവിൻ്റെ റസൂല് ഇദാ ദഖലൽ അശ്റ ശുദ്ധം മിഅ്സറഹു വ അഹ്യാ അൽ-ലൈല വ ഐഖള അഹ്ലഹു. അള്ളാഹിൻ്റെ റസൂലെ കുടുംബത്തെയും കുട്ടികളൊക്കെ വിളിച്ചുണർത്തും. രാത്രിയെ അള്ളാഹുവിൻ്റെ റസൂല് പകലാക്കും. മാത്രമല്ല അരയും തലയും മുറുക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിത്തിരിക്കും, എല്ലാം മാറ്റി വെച്ചുകൊണ്ട്. ധാരാളം സമയങ്ങളിൽ കേട്ട ഒരു ഹദീസാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇതൊന്ന് തട്ടിയിട്ട് പരമാവധി സമയം നമ്മൾ ഇതിനു വേണ്ടി മാറിയിരിക്കണമെന്നാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു പള്ളിയിൽ വന്നിരിക്കുന്ന സമയം കുറഞ്ഞ നേരമാണെങ്കിലും ഇഅ്തികാഫിൻ്റെ നിയ്യത്തൊക്കെയായി നമ്മൾ വചനമിരിക്കണം. പരമാവധി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു കൊണ്ട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു സുഖം കിട്ടുന്ന, റബ്ബിനെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ. എൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും പര്യാവസാനം അല്ലാഹുവേ നീ നന്നാക്കി തരണമേ. വ അജ്റിനാ മിൻ ഖിസിയിദ് ദുനിയാ വ അദാബിൽ ആഖിറ. പടച്ചോനെ, എല്ലാ തരത്തിലുള്ള ഭൗതിക ലോകത്തെ നിന്ദ്യതകളിൽ നിന്നും ആഖിറത്തിൻ്റെ ശിക്ഷയിൽ നിന്നുമൊക്കെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ നാഥ. ഇങ്ങനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ വ അജ്റിനാ മിൻ ഖിസിയിദ് ദുനിയാ വ അദാബിൽ ആഖിറ. അതിൻ്റെ ആശയം പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലി നോക്കുക. അല്ല, ഈ അറബി പദം നമുക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയും നമ്മൾ ചൊല്ലുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ട മനുഷ്യരായി, അടിമകളായി അവൻ്റെ മുമ്പിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകണം. സഹോദരങ്ങളെ, ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ദീർഘകാലം അതിൻ്റെ ഭരണസാരഥ്യത്തിലൊക്കെ ഇരുന്നിട്ടുള്ള വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പള്ളി പരിപാലന രംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു മുഹമ്മദുപ്പ, കീടത്ത് മുഹമ്മദുപ്പ എന്നവർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരിക്കേണ്ടായി. അള്ളാഹു അവരുടെ രണ്ടുപേരുടെയും ഖബറിടം വിശാലമാക്കി നൽകുമാറാകട്ടെ. അവർക്ക് സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള, സമാധാനത്തോടുകൂടി സ്വർഗം അനുഭവിക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും പാകപ്പിഴവുകളുമൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അള്ളാഹു ലഘൂകരിച്ച് ആശ്വാസവും സമാധാനവും നൽകി നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിച്ച് അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മുടെ വളർന്നു വരുന്ന മക്കൾ അവർ ഖൈറും ബർക്കത്തുമുള്ള ഈ ദുനിയാവിനും ആഖിറത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു പരിഗണിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, മക്കളൊക്കെയുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും സന്തോഷത്തോടുകൂടെ ആ സ്വർഗത്തിൽ ഏറ്റവും ആനന്ദകരമായി കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ വ്യത്യസ്തമായ തരത്തിലുള്ള പരീക്ഷണങ്ങൾ പല രീതിയിലും വന്നുകൊണ്ടിരിക്കുന്നു. ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. آمين.